ഹേ ഗായ്സ്, ഞാൻ ജപ്പാനിൽ വന്നതിന് ശേഷം ഒരുപാട് വർക്ക്ഷോപ്സുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക വർക്ക്ഷോപ്പാണ്. നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന പോലെ AE86 സ്പെഷ്യൽ വർക്ക്ഷോപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ കാണുന്ന ടൊയോട്ട കൊറോള AE86 വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. ഇവിടെ 86 മാത്രമല്ല GR86, GT86 മറ്റ് വണ്ടികളെല്ലാം റിപ്പയർ ചെയ്യുന്നത്. പക്ഷേ മെയിൻ ഈ ഒരു വണ്ടിയാണ്. ഇനി ഈ വണ്ടി നോക്കുവാണെങ്കിൽ ഇത് 1983 ടൊയോട്ട ലോഞ്ച് ചെയ്ത കൊറോള AE86 ട്രൂവേന ഇതിൻ്റെ ഒരു മോഡൽ ഡെസിഗ്നേഷനാണ്. പക്ഷേ ഇത് AE86 എന്നാണ് വേൾഡ് വൈഡ് അറിയപ്പെടുന്നത്. ടൊയോട്ടയുടെ തന്നെ സൂപ്ര ആൻഡ് MR2 പോലെ മറ്റൊരു JDM ലെജൻഡാണ് AE86. 83 ലോഞ്ച് ആവുന്ന സമയത്ത് വൺ ഓഫ് ദ അഫോർഡബിൾ ബെസ്റ്റ് ഹാൻഡ്ലിംഗ് സ്പോർട്സ് കാർ എന്ന പേരെടുത്ത ഒരു വണ്ടിയാണ് AE86. മാത്രമല്ല 98 റിലീസായ ഇനീഷ്യൽ ഡി എന്ന ആനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നൊരു കാറാണ് AE86. ഈ ആനിമേ സീരീസിൽ AE86 ഒരു ഹീറോ കാറായിട്ടാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ JDM ഫാനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആനിമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആനിമേഷൻ വലിയ ഇതില്ല, പക്ഷേ എങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 6 സീസൺസ് ഉണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. 3 ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് വണ്ടി വന്നത്. ഫസ്റ്റ് മോഡൽ ഈ കാണുന്ന ട്രൂവേനോ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പോപ്പർ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന നോർമൽ ഹെഡ്ലൈറ്റ് വെർഷൻ 11 ലോഞ്ച് ചെയ്തു. ഇതുകൂടാതെ സിഡാൻ ഫോർമാറ്റിലും നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള വണ്ടിയായിട്ട് മാറിയിരിക്കുകയാണ് AE86. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്സിൽ അത്യാവശ്യം നല്ല റേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ JDMസിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായും വണ്ടിയെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.